18നും 42നും ഇടയിൽ പ്രായപരിധിയുള്ള ആൺകുട്ടികൾക്കായി ടെറിട്ടോറിയൽ ആർമിയിലേക്കുള്ള ഓപ്പൺ റാലി വരാൻ പോവുകയാണ് ഈ മാസം. അതായത് നവംബർ 27, 28 എന്നുള്ളതാണ് ഇപ്പോൾ അപ്ഡേഷൻ വന്നിരിക്കുന്നത്. കേരളത്തിലെ ഓരോ ഉദ്യോഗാർത്ഥികൾക്കും 4 ഇടങ്ങളിലായിട്ടാണ് ഇതിന്റെ ഓപ്പൺ റാലി നടക്കാൻ പോകുന്നത്. കർണാടകയിൽ ബെൽഗാം, മഹാരാഷ്ട്രയിൽ കോലാപൂർ, ദേവലാലി, അതുപോലെ തന്നെ തെലങ്കാനയിൽ സെക്കന്ദരാബാദ്. ഈ ഒരു 4 സ്ഥലങ്ങളിലായിട്ടാണ് കേരളത്തിലെ 14 ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്കും. ഏജ് ലിമിറ്റ് നേരത്തെ പറഞ്ഞു 18നും 42നും ഇടയിൽ 160 സെന്റിമീറ്റർ ഹൈറ്റുള്ള ആൺകുട്ടികൾക്ക് ഇതിനെ പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് മുന്നോടിയായിട്ട് ഇതിന്റെ ഡോക്യുമെന്റേഷൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് D+ ഉണ്ടെങ്കിൽ, 10ാം ക്ലാസ്സിൽ D+ ഉള്ള ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ ഇത് പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികളാണ് ഫോൺ മുഖേന അതുപോലെ തന്നെ മെസ്സേജ് മുഖേന നമ്മോട് ചോദിക്കാറുള്ളത്. അതിന്റെ ഒരു ബ്രീഫ് ഡീറ്റെയിൽ ആണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിന്റെ ഡോക്യുമെന്റേഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിൽ D+ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ സാധിക്കുന്നതല്ല. പക്ഷേ D+ എന്നുള്ളത് നിങ്ങൾക്ക് 100 മാർക്കിൽ 30 മുതൽ 39% മാർക്കാണ് D+ന് കൊടുത്തിരിക്കുന്നത്. അതായത് 100ൽ 30 മുതൽ 39 മാർക്ക് വരെ ആവാം. അതിന്റെ ഒറിജിനൽ തിയറി എങ്ങനെയാണെന്ന് വെച്ചാൽ, കാരണം D+ ഉള്ള ഉദ്യോഗാർത്ഥികൾ പലരും അതിനെ ഗൗനിക്കാതെ തന്നെ അവിടെ പോവുകയും ഫിസിക്കൽ പാസ്സായി ഡോക്യുമെന്റേഷനിൽ ഔട്ടാകുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ഇന്ത്യൻ ആർമിയുടെ റിക്രൂട്ട്മെന്റിനകത്ത് ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പല ഉദ്യോഗാർത്ഥികളും ഔട്ടാകുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഈ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാൻ തന്നെ കാരണം. ആദ്യമായിട്ട് നമുക്കൊരു എക്സാമ്പിൾ, ഒരു കുട്ടിയുടെ നമ്മുടെ 10ാം ക്ലാസ്സിൽ D+ ലഭിച്ചിട്ടുള്ള ഒരു മാർക്ക് ലിസ്റ്റ് ഇപ്പോൾ കാണിക്കാം. 2023 10ാം ക്ലാസ് പാസ്സായ ഒരു ഉദ്യോഗാർത്ഥിയാണ്. ഹിന്ദി സബ്ജക്റ്റിൽ D+ ലഭിച്ചിരിക്കുന്നു. നമ്മുടെ SSLC ബുക്കിനകത്ത് D+ എന്ന് മാത്രമാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് എത്ര മാർക്ക് എന്നുള്ളത് നിങ്ങൾ അതിന് താഴെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. 30 മുതൽ 39% വരെയാണ് D+ എന്നുള്ളത്. പല ഉദ്യോഗാർത്ഥികൾക്കും തെറ്റിദ്ധാരണ എന്നുള്ളത് 39 വരെ ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു മിസ്ഗൈഡൻസും കുട്ടികളിൽ ഉണ്ടായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണുള്ളത്. അപ്പോൾ നമ്മുടെ SSLC ബുക്കിനകത്ത് D+ എന്നുള്ളത് മാത്രമാണ് കൊടുത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ മാർക്ക് ലിസ്റ്റിന് വേണ്ടി, കാരണം ഇതിൽ മാർക്ക് കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് 30 ആണോ 31 ആണോ അല്ലെങ്കിൽ 39 വരെ എത്രയാണ് മാർക്ക് എന്നുള്ളത് SSLC ബുക്കിനകത്ത് കൊടുത്തിട്ടില്ല. ആ മാർക്ക് എത്രയാണ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ ആദ്യമായിട്ട് നിങ്ങൾ കരുതേണ്ടത് അതിൻ്റെ മാർക്ക് ലിസ്റ്റാണ്. അപ്പോൾ ഈ മാർക്ക് ലിസ്റ്റ് എവിടെ നിന്ന് കിട്ടും? ഇതിന് വേണ്ടുന്ന ഒരു പ്രൊസീജിയർ എന്നുള്ളത്, നിങ്ങളുടെ SSLC ബുക്കിൻ്റെ അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റുമായിട്ട് നിങ്ങൾ തിരുവനന്തപുരത്ത് പരീക്ഷാ ഭവനിൽ ഒരു അപ്ലിക്കേഷൻ, അവിടെ നേരിട്ട് ചെന്നുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുകയും അതിൻ്റെ തൊട്ട് മുട്ടിയിട്ട് തന്നെ SBIയുടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, അവിടെ നിങ്ങൾ ചലാൻ അടക്കുകയും ചെയ്തിട്ട് അതിൻ്റെ റിസീപ്റ്റുമായിട്ട് നേരെ ഇവിടെ പരീക്ഷാ ഭവനിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഇതിൻ്റെ ഒരു കോപ്പി, മാർക്ക് ലിസ്റ്റ്, SSLC ബുക്ക്, ആധാർ കാർഡ് അതുപോലെ തന്നെ ചലാൻ അടച്ച കോപ്പി നേരെ പരീക്ഷാ ഭവനിൽ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ലഭിക്കുന്നതാണ്. ആ മാർക്ക് ലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് 33 മേലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റാലിയിൽ, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ, കാരണം നേവി, എയർഫോഴ്സ്, പാരാമിലിറ്ററി ഫോഴ്സിൽ ഇത് ബാധകമല്ല, ഇന്ത്യൻ ആർമിയിലേക്കുള്ളത് മാത്രമാണ് ഇപ്പോൾ D+ൻ്റെ ഒരു ഇഷ്യൂ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവിടുന്ന് കിട്ടുന്ന ഒരു മാർക്ക് ലിസ്റ്റായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ഒരു ഉദ്യോഗാർത്ഥിയെ ഞങ്ങൾ അവിടെ പരീക്ഷാ ഭവനിൽ പറഞ്ഞു വിടുകയും അവിടുന്ന് മാർക്ക് ലിസ്റ്റ് കളക്ട് ചെയ്യുകയും ചെയ്തപ്പോൾ ആ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ച മാർക്കാണ് 50ൽ 17. 50ൽ 17 മാർക്കാണ്. അതായത് ഹിന്ദി സബ്ജക്റ്റിൽ D+ ആയിരുന്നു. അവരെ നേരെ ട്രിവാൻഡ്രത്ത് പരീക്ഷാ ഭവനിൽ വിടുകയും അവിടുന്ന് മാർക്ക് ലിസ്റ്റ് കളക്ട് ചെയ്തതെല്ലാം കിട്ടിയ മാർക്കാണ്. അതായത് 50ൽ 17 എന്നുള്ളത് 100ൽ 34 മാർക്ക്. അപ്പോൾ ഈ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ മാസം വരുന്ന ടെറിട്ടോറിയൽ ആർമിയുടെ റാലിയിലും അതുപോലെ തന്നെ അപ്കമിങ് ഇന്ത്യൻ ആർമിയുടെ വേക്കൻസിയിലേക്കും അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഓരോ ഉദ്യോഗാർത്ഥിയും എത്രയും പെട്ടെന്ന് തന്നെ, അതായത് നമ്മുടെ SSLC ബുക്കിൽ D+ ഉണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് ലിസ്റ്റിനായിട്ട് നിങ്ങൾ ഇന്ന് തന്നെ എന്നുള്ള രൂപത്തിൽ നേരെ പരീക്ഷാ ഭവനിലേക്ക്, ട്രിവാൻഡ്രം പരീക്ഷാ ഭവനിൽ പോയിട്ട് അതിൻ്റെ മാർക്ക് ലിസ്റ്റ് വാങ്ങിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്ടിസിപ്പേഷൻ ചെയ്തിട്ട് പോലും കാര്യമുള്ളൂ. ഇല്ലാത്ത പക്ഷം പലർക്കും അവിടെ സംഭവിക്കുന്ന, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, D+ൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ടും അവിടെ പോയിട്ട് പിന്നെ അതായത് റിട്ടേൺ ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ കാണാറുണ്ട്. ഇന്ത്യൻ ആർമിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും, അതുപോലെ തന്നെ നമ്മുടെ ഈ ടെറിട്ടോറിയൽ ആർമീൻ്റെ ഓപ്പൺ റാലിയിലേക്ക് പോകാൻ മെയിനായിട്ട് ഇപ്പോൾ അതാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അതായത് SSLC ബുക്ക്, ആധാർ കാർഡ്,
അവിടെ പോവുക, അവിടെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് കളക്ട് ചെയ്തുകൊണ്ട് അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും 33% മേലെ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ടെറിട്ടോറിയൽ ആർമിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതും 10ാം ക്ലാസ്സിൽ D+ ഉള്ള ഓരോ ഉദ്യോഗാർത്ഥികളിലേക്കും എത്രയും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുക. എങ്കിൽ മാത്രമേ അവർക്ക് പ്രാക്ടീസ് പോലും ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ 8ാം ക്ലാസ് ബേസിൻ്റെ ട്രേഡ്സ്മാൻ കാറ്റഗറിയിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഒരു അവസ്ഥ തന്നെയായിരിക്കും. അതുകൊണ്ട് ഈ ഒരു വീഡിയോ കേരളത്തിലെ എല്ലാ 10ാം ക്ലാസ് യോഗ്യതയുള്ള ഓരോ ഉദ്യോഗാർത്ഥികളിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ SSLC ബുക്ക് കമ്പയർ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ D+ ഉണ്ടോ എന്നുള്ളത്. ടെറിട്ടോറിയൽ ആർമിയുടെ ഓപ്പൺ റാലിയിലേക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.